പുതുതായി അഭിനയിക്കുന്ന സിനിമകളുടെ വിശേഷങ്ങൾ പറയാമോ? പുതിയതായിട്ട് ഞാൻ ഇപ്പോ ഷൂട്ട് കഴിഞ്ഞ പടങ്ങൾ ഒന്ന് വടക്കൻ സെൽഫിയാണ്. ഒരു വടക്കൻ സെൽഫിയിൽ എന്താ പറയാ നിവിൻ അജുവിനൊപ്പം വീണ്ടും അഭിനയിക്കുകയാണ്. പ്രജിത്തേട്ടനായിട്ട് മുന്നേ 1983 വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിനിലേട്ടൻ്റെ ഒപ്പം ഈ ഒരു ടീമിന്റെ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്ന ഒരു സിനിമ അതേപോലെ തന്നെ നല്ലൊരു ഔട്ട് തന്നെ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ അതിനകത്തൊരു സർപ്രൈസിങ് ഫാക്ടർ കൂടി ഉണ്ട്. ഡയറക്ടർ സുഖീദിന്റെ പടം ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. അത് കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും ഒപ്പം ഞാനും ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പടത്തിന്റെ ടൈറ്റിൽ ഇവർ ഫൈനലൈസ് ആയിട്ടില്ല. ഒരു 1 വീക്ക് ശ്രീലങ്കയിലൂടെ ഷൂട്ട് ബാക്കിയുണ്ട്. പിന്നെ ഇപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം KL10 10 എന്ന് പറയുന്ന പടമാണ്. മുഹസിൻ പെരാരി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ LJ പ്രസന്റ് ചെയ്യുന്നൊരു പടമാണ്. LJ ഫിലിംസ് പ്രസന്റ് ചെയ്യുന്നൊരു പടമാണ്. ഉണ്ണി മുകുന്ദൻ, അജു, ഞാൻ, ഭാസി, ഇങ്ങനെ കുറച്ച് പേരാണ് അതിൻ്റെ അകത്ത് മെയിൻ കാസ്റ്റ്. കുറച്ച് സിനിമകളിൽ മാത്രമേ ഈ ഒരു സമയത്തിനുള്ള അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിലും അതിൽ പ്രിയപ്പെട്ട കഥാപാത്രം അതേതാണ്? എനിക്ക് ഒരു ക്യാരക്ടർ ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ജനസമ്മതി തന്ന കഥാപാത്രങ്ങൾ ദൃശ്യത്തിലെ മോനിച്ചനും സപ്തമശ്രീയിലെ നാരായണൻകുട്ടിയായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രേക്ഷകരിലേക്ക് ഏറ്റവും കൂടുതൽ റീച്ച് തന്ന ക്യാരക്ടർ. അഭിനയത്തില് നീരജിന് റോൾ മോഡൽ ആക്കിയിരിക്കുന്ന ആരെയാണ്? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എടുത്ത് പറയാനില്ല. നമ്മൾ വളർന്ന മുതൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഒരുപാട് ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്താ പറയാ വെരി റിച്ച് ആണ്. മറ്റേതൊരു ഭാഷയിലേക്ക് കടക്കുന്നതിനേക്കാൾ സ്വാഭാവികമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്ന നടന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു എലമെന്റ് ഓഫ് എന്താ പറയാ ഒരു സ്വാഭാവികത കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ പഴയകാല നമ്മുടെ കേരളത്തിൽ എന്നും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു എലമെന്റ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നീരജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ, നടി, അവരെ കുറിച്ച് പറയാമോ? എനിക്ക് ധനുഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരേ സമയത്ത് ഒരു സ്റ്റാർ ക്വാളിറ്റിയും അതേപോലെ തന്നെ എന്താ പറയാ ഒരു ഗ്രേറ്റ് ആക്ടറുമാണ്. ആ ഒരു ഭയങ്കര കാര്യമാണ്. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ധനുഷിന്റെ കാര്യം പറയാം. എനിക്ക് നവാസുദ്ദീൻ സിദ്ദിഖി, നസറുദ്ദീൻ ഷാ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ ഓഫ്കോഴ്സ് ലാലേട്ടൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ആരാധന ഉണ്ടായിരുന്നു. പിന്നെ വേഴ്സറ്റാലിറ്റി ഇത്രയധികം ട്രൈ ചെയ്ത് മമ്മൂക്കി പോലെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു ക്യാരക്ടർ ആകുന്നതിൽ അദ്ദേഹത്തെ പോലെ വേഷപ്പകർച്ച ഉള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. നടിമാരിലേക്ക് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ, എന്തുകൊണ്ടാണെന്നറിയില്ല. എനിക്ക് ഒരുപാട് നടികളെ ഇഷ്ടമുണ്ട്. എനിക്ക് പെട്ടെന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. അഭിനയമാണോ നൃത്തമാണോ ഏറ്റവും പ്രിയപ്പെട്ടത്? നൃത്തം എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്റെ ഒരു പാഷനാണ്. ഒരിക്കലും എന്റെ ഒരു കരിയർ ആക്കി മാറ്റണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട് എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് പോർട്രേ ചെയ്യാനുള്ള ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യും. നൃത്തം എന്റെ കൂടെ ഉണ്ട്. അഭിനയം തന്നെയാണ് ഇപ്പൊ കരിയറായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നൃത്തം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ ലവ് ടു ഡാൻസ്. പ്രമുഖ സംവിധായകൻ തന്റെ ചിത്രത്തിൽ നായകവേഷം അവതരിപ്പിക്കാനായി ക്ഷണിച്ചാൽ നീരജ് ഇത് സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ? ഒരു പ്രമുഖ സംവിധായകൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അത് ഏറ്റെടുക്കും. കാരണം ഞാൻ ഇതുവരെ ഒരു നായകവേഷം ചെയ്യാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താ പറയാ ഞാൻ അതിന് പ്രിപ്പയർഡ് ആണോ അതോ എന്നെ നായകനായി കാണുന്ന പ്രേക്ഷകർ പ്രിപ്പയർഡ് ആവുന്നോ എന്ന് എനിക്കും അല്ലെങ്കിൽ വേറൊരു ഈ പറയുന്ന പോലെ ഒരു പ്രമുഖ സംവിധായകനാകുമ്പോൾ അയാൾക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വിശ്വാസം അവർ കാണിക്കുകയാണെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറായിരിക്കും. നായകവേഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നായകൻ എന്ന് പറയുന്നതിന്റെ ഒരു മാനദണ്ഡം ഇപ്പോ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഹീറോ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അടിച്ചാൽ 4 പേര് വീഴണം, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റും വെയിറ്റും ഫിഗറും ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ഹീറോ സങ്കല്പം ആണെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിന് ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷെ ബിലീവബിൾ ആയിട്ടുള്ള ഒരു ഹീറോ, അതായത് പ്രോട്ടഗോണിസ്റ്റ് എന്ന് മാത്രം വരുന്ന അർത്ഥത്തിൽ വരുന്ന എന്നെ കൊണ്ട് ചെയ്താൽ ബിലീവബിൾ ആയിട്ട് തോന്നുന്ന ഒരു ലീഡ് ക്യാരക്ടറാണ്. അത് എനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് ഉള്ളൊരു വിശ്വാസവും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ആ ഡയറക്ടറിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഗോ ഫോർ ഇറ്റ്. വേറൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റുള്ള മാധ്യമങ്ങളിൽ നീരജിന്റെ പേര് പരാമർശം. സരിതാ എസ് നായർ നടത്തിയ ഒരു പരാമർശം അത് കണ്ടിരിക്കുമല്ലോ. എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? എന്താണ് അവര് പറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു? നോ കമന്റ്സ്.